തിരുവനന്തപുരം വെള്ളറടയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ദുർമന്ത്രവുമായി ബന്ധമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രതി പ്രജിൻ ജോസിന്റെ മുറിയിൽ നിന്ന് തലമുടിയും മാരകായുധങ്ങളും ഉൾപ്പെടെ കണ്ടെത്തിയത് ദുർമന്ത്രവാദത്തിന്റെ ഭാഗമാണോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. മകന്റെ സ്വഭാവത്തിലെ മാറ്റം ഭയന്നാണ് താനും ഭർത്താവും കഴിഞ്ഞിരുന്നതെന്ന് അമ്മ സുഷമ കുമാരി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് പോലീസ് ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട ഈ കേസിന്റെ അന്വേഷണം നീങ്ങുന്നത്. കേസിൽ ഈ ബ്ലാക്ക് മാജിക് സംഘങ്ങളിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇതിനു മുൻപ് നമുക്കറിയാം, ഒരു 7-8 വർഷം മുൻപ് 2017 തിരുവനന്തപുരം നന്ദൻകോട്ടെ കൂട്ടക്കൊലപാതകം, അതിപ്പോഴും മലയാളികൾ മറന്നിട്ടില്ല. അതിന്റെ നടുക്കം നമ്മളെ വിട്ടുമാറിയിട്ടില്ല. കേഡൽ ജീൻസൺ രാജ എന്ന യുവാവ് സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയും ഉൾപ്പെടെ 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തി ചുട്ടരിച്ച സംഭവം. അതിനുശേഷം ഈ കഴിഞ്ഞ വർഷമാണ് കോട്ടയം മീനടം സ്വദേശിയായ യുവാവ് ഭാര്യയും സുഹൃത്തിനെയും ഈ ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമായി അരുണാചൽ പ്രദേശ് വെച്ച് കൊലപ്പെടുത്തിയ സംഭവമൊക്കെ നമ്മൾ കേട്ടത്, മലയാളികൾ ഏറെ ചർച്ച ചെയ്തത്. ഈ യുവാക്കൾ, പ്രത്യേകിച്ചും ഈ വിശ്വാസം, ഈ സമീപകാലത്ത് യുവാക്കൾക്കിടയിൽ ദൈവവിശ്വാസമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് യുവാക്കൾ മാറുന്നു. അത് ഉറ്റവരെ പോലും കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക്, പൈശാചികമായ പ്രവർത്തനങ്ങളിലേക്ക് അവർ ഏർപ്പെടുന്നു. ഈ സംഭവം, ഈ പ്രജിൻ ജോസ് സ്വന്തം പിതാവ് ജോസിനെ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ, സ്ഥിരീകരിക്കുന്നുണ്ടോ ഡാൻ? ബ്ലാക്ക് മാജിക്കാണ് ഈ പ്രജിൻ ജോസ് അച്ഛനെ കൊലപ്പെടുത്താനുണ്ടായ കാരണം ബ്ലാക്ക് മാജിക് ആണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ അത് തന്നെ ആകാമെന്ന് ഏറെക്കുറെ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഈ വെള്ളറടയിലുള്ള പ്രജിൻ ജോസിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയ വെള്ളറട പോലീസ് സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. അതായത് ഈ വീട്ടിൽ 2ാം നിലയിലായിരുന്നു പ്രജിൻ ജോസ് കഴിഞ്ഞിരുന്നത്. ആ പ്രജിൻ ജോസിൻ്റെ മുറിയിലേക്ക് മാതാപിതാക്കളെന്നല്ല മറ്റാരെയും പ്രവേശിക്കാൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല. ചൈനയിലെ വുഹാനിൽ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ട് പഠനം തുടരുന്നതിനിടയിൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് പഠനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്ന സാഹചര്യത്തിലാണ് പ്രജിൻ ജോസിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇവിടെ വന്നതിന് ശേഷം അന്തർമുഖനായ ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതിനുശേഷം സിനിമ പഠിക്കണമെന്ന പേരിൽ കൊച്ചിയിലേക്ക് പോകുന്നു. അതിനുവേണ്ടി ഒരു വലിയ തുക കുടുംബാംഗങ്ങളിൽ നിന്ന് കൈപ്പറ്റുന്നു. ആ പണം നൽകി സിനിമ പഠിക്കാനായി ഏറെ പ്രതീക്ഷയോടെ പ്രജിനെ, ഏക മകനെ ജോസും ഭാര്യയും ചേർന്ന് എറണാകുളത്തേക്ക് പറഞ്ഞയക്കുന്നു. പക്ഷേ മടങ്ങി വന്ന പ്രജിൻ ജോസ് വളരെ അപരിചിതത്വം നിറഞ്ഞ, ദുരൂഹമായ, നിഗൂഢതകൾ നിറഞ്ഞ, വളരെ വിചിത്രമായ സ്വഭാവങ്ങളാണ് മാതാപിതാക്കൾക്ക് മുമ്പിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ അമ്മയെ അച്ഛൻ്റെ മുമ്പിലിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം. ഈ കാര്യം പുറത്താരോടെങ്കിലും പറയാൻ ശ്രമിച്ചാൽ അച്ഛൻ ജോസിന് നേരെയും മർദ്ദനം എടുക്കുന്ന സാഹചര്യം. ഇങ്ങനെ ഭീതിജനകമായ ഒരു സാഹചര്യമായിരുന്നു വെള്ളറടയിലെ കുടുംബത്തിൽ നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമൂഹവുമായി, അവർ ഉൾപ്പെട്ടു നിന്ന വിശ്വാസ സമൂഹവുമായും ബന്ധുക്കളുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ജോസും ഭാര്യയും ഈ കാര്യങ്ങളൊന്നും പുറത്താരോടും പറയാൻ പോലും മടിച്ചിരുന്നത്. മകനെ അങ്ങനെ ഒരു പേരുദോഷം കേൾക്കാൻ അവർ ആഗ്രഹിക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ്. അവൻ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു കുടുംബം. അതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ തൻ്റെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുകയാണ് പിതാവെന്ന് പറഞ്ഞ് അതിക്രൂരമായി ഈ പിതാവ് ജോസിനെ, 70-കാരനായ ജോസിനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ പ്രജിൻ ജോസിൻ്റെ പ്രവൃത്തികൾ നീങ്ങിയത്. ഈ സംഭവം ഉണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് പ്രജിൻ തൻ്റെ സ്മാർട്ട് ഫോൺ കുടുംബാംഗങ്ങൾക്ക് കൈമാറിയിരുന്നു. ഇനി അത് തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ഈ ഫോൺ കൈമാറിയത്. ആ ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിലായിരുന്നു മാതാപിതാക്കളുടെ കൈവശം ഇയാൾ നൽകിയത്. ഇതിനോട് ചേർന്ന് 2 ദിവസം മുമ്പ്, അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് പ്രജിൻ തൻ്റെ ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും, തലമുടി മുതൽ താഴെ വരെ രോമങ്ങൾ മുഴുവൻ വടിച്ച് അത് മുഴുവൻ മുറിക്കുള്ളിൽ കൂട്ടിയിട്ടിക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. പിന്നീട് സംശയം തോന്നിയ അമ്മ തന്നെയാണ് ഈ കൊലപാതകത്തിന് ശേഷം അന്വേഷണ സംഘത്തോട് എൻ്റെ മുറി വിശദമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ മുറി പരിശോധിക്കുന്നതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ മുറിക്കുള്ളിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. അതായത് മുറിയുടെ ഒരു വശത്ത് ബാർബർ ഷോപ്പിൻ്റെതിന് സമാനമായ തരത്തിൽ മുടി കൂട്ടിയിട്ടിരിക്കുന്നു, മറ്റൊരു വശത്ത് മണ്ണുകൊണ്ടുള്ള ബിംബങ്ങൾ, അതോടൊപ്പം അങ്ങനെ കണ്ട് പരിചയമില്ലാത്ത തരത്തിലുള്ള ചില സർജിക്കൽ ബ്ലേഡിന് സമാനമായിട്ടുള്ള തരത്തിൽ ചില ആയുധങ്ങൾ, അതോടൊപ്പം
കയറുകൊണ്ട് വരിഞ്ഞു മുറിക്കിയ തരത്തിൽ ഒരു പ്രത്യേക രൂപം, ഇങ്ങനെ ചില വസ്തുക്കൾ, സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചില വസ്തുക്കളാണ്, ബിംബങ്ങളാണ് ഈ മുറിക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന നടത്തിയ പോലീസ് സംഘത്തിന് ഇത് ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമായി നടത്തിയ നീക്കങ്ങളാണോ എന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് ഈ മുറിക്കലിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് അമ്മയുടെ കൈവശം ഏൽപ്പിച്ച ഈ സ്മാർട്ട് ഫോൺ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് സംഘം കൈപ്പറ്റിയിരിക്കുന്നത്. ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് ഇതിലെ വിവരങ്ങൾ റിട്രീവ് ചെയ്യുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഏകദേശ ചിത്രം വ്യക്തമാകുമെന്നൊരു പ്രതീക്ഷയിലാണ് പോലീസ് സംഘമുള്ളത്. അതോടൊപ്പം അവരെ സംശയിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വീട്ടിൽ നിന്ന് രാത്രികാലങ്ങളിൽ ആരോടും ഒന്നും പറയാതെ പ്രജിൻ ജോസ് പുറത്തേക്ക് പോകുമായിരുന്നു. വളരെ വൈകിയായിരുന്നു തിരികെ വീട്ടിലേക്ക് വരുന്നത്. ആരെ കാണാനാണ് പോകുന്നതെന്നോ എവിടേക്കാണോ പോകുന്നതെന്നോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തമായ ഒരു മറുപടിയും കുടുംബാംഗങ്ങൾക്ക് കൈമാറിയിരുന്നില്ല. അത് സംബന്ധിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചാൽ പല ദുരൂഹതകളുള്ളത്. കാരണം ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണോ അതല്ലെങ്കിൽ ആരുടെങ്കിലും നിർദ്ദേശപ്രകാരം നടത്തിയ കൊലപാതകമാണോ എന്നത് പരിശോധിക്കേണ്ടതല്ലേ? മാത്രമല്ല, ഈ സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ ഈ പ്രജിൻ ജോസ് ഏർപ്പെട്ടിരുന്നുവെന്ന് അമ്മ തന്നെയാണ്, കുടുംബാംഗങ്ങൾ തന്നെയാണ് സംശയിക്കുന്നത്. അതിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ഈ മുടിയും ആയുധങ്ങളുമൊക്കെ ഇക്കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഈ സാത്താൻ സേവ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം. അവരിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ ഡാൻ? അതായത് തിരുവനന്തപുരം എന്ന ഒരു നഗരത്തിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിലല്ല ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഈ സാത്താൻ സേവ നടത്തുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ. അത് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും അവർക്ക് കൃത്യമായ സാന്നിധ്യമുണ്ട്. അതോടൊപ്പം സമൂഹത്തിലെ മുഖ്യധാരയിലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥ പ്രമുഖർ അടക്കം ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമാകുന്നുണ്ട് എന്ന തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതുമാണ്. പക്ഷേ ഒരുപക്ഷെ അവരുടെ ഉന്നത ബന്ധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടോ അങ്ങനെയുള്ള സംഘങ്ങളെ അമർച്ച ചെയ്യാൻ പോലീസിന് പൂർണ്ണമായി കഴിയാതിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതാണ് തുടർച്ചയായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക സംഭവത്തിൽ ഈ പ്രജിൻ ജോസിന്റെ സുഹൃത്തുക്കൾ ആരാണ്, പ്രജിൻ ജോസ് എല്ലാ ദിവസവും കണ്ടിരുന്നത് ആരെയാണ്, ആരുമായിട്ടാണ് സമയം ചെലവഴിച്ചിരുന്നത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതോടൊപ്പം ഈ പ്രജിൻ ജോസിന്റെ അച്ഛൻ്റെ സംസ്കാര ചടങ്ങിനിടയിൽ അവിടേക്ക് ദുരൂഹമായി എത്തിയ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടക്കുന്നുണ്ട്. ഇവർ സ്ത്രീയാണ് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് മുൻപ് ഒരു പരിചയവുമില്ലാതെ ഈ കുടുംബവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ത്രീ സംശയാസ്പദമായ തരത്തിൽ ആ വെള്ളറടയിലെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തുവെന്നാണ് അന്വേഷണ സംഘത്തിന് കുടുംബങ്ങൾ നൽകിയിരിക്കുന്ന മൊഴി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ കൂടി ഒരു വശത്ത് സമാന്തരമായി തന്നെ നടക്കുകയാണ്. ഈ പ്രജിൻ്റെ മാതാപിതാക്കൾ വലിയ തരത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ചിരുന്നവരാണ്. അവരവരുടെ ഇടവകയുമായി അല്ലെങ്കിൽ സമുദായ സംവിധാനങ്ങളുമൊക്കെയായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ്. കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളും ആ സഭാ സമൂഹവും ഒക്കെ വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്. പക്ഷേ പ്രജിനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ആർക്കും അറിവുണ്ടായിരുന്നില്ല. പ്രജിൻ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രജിൻ അപ്രതീക്ഷിതമായി ആ ഒരു അന്തർമുഖത്വം നിറഞ്ഞ സ്വഭാവം കാണിക്കുകയും പിന്നീട് ഇങ്ങനെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാകുകയും ബ്ലാക്ക് മാജിക്കിലൂടെ നിഷ്ഠൂരമായി ആ പിതാവിനെ കൊല ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നുമാണ് നിലവിലെ സംശയങ്ങൾ. മറ്റൊരു കാരണങ്ങളും ഇതുവരെ അന്വേഷണം നടത്തിയ പോലീസ് സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ മുറിക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയ സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തിയ വസ്തുക്കളൊക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാണ്. അങ്ങനെയാണെങ്കിൽ ഡാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബ്ലാക്ക് മാജിക് സംഘത്തിന് ഇതിൽ ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണെങ്കിൽ അത് കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമാണോ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേഡൽ ജീൻസൺ രാജയുടെയും കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസിന്റെയും ഒക്കെ കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെയും ആ രീതിയിലൊരു അന്വേഷണത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണ് അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാജിക് സംഘങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിലും ഇതുപോലുള്ള പല വെല്ലുവിളികളും പോലീസിനെ സംബന്ധിച്ച് നേരിടേണ്ടി വരുമോ ഡാൻ? അതായത് ഈ 2017 തിരുവനന്തപുരത്തെയും കേരളത്തെ മുഴുവൻ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയായ കേഡൽ ജിൻസൺ രാജ അന്വേഷണ സംഘത്തോട് അന്ന് നടത്തിയ വെളിപ്പെടുത്തൽ ഒരുപക്ഷെ വിചിത്രമായിട്ടാണ് കേരള സമൂഹം എന്ന് കേട്ടത്, ചർച്ച ചെയ്തത്. അതായത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു സംവിധാനം താൻ
പരീക്ഷിച്ച് നോക്കിയതാണ്. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്തിക്കൊണ്ടെന്നായിരുന്നു അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഈ കേണൽ ജിൻസൺ രാജ അന്ന് വെളിപ്പെടുത്തിയത്. അന്ന് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി അവരെ കബളിപ്പിക്കാനുള്ള ശ്രമം, അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ശ്രമം കേണൽ ജിൻസന്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് ഇയാളുടെ മാനസിക നില തന്നെ തകരാറിലാണ് എന്നൊരു കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്ന്, അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് മാനസികാരോഗ്യ വിദഗ്ധരുടെ ചികിത്സ ഉറപ്പുവരുത്തി അവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചോദ്യം ചെയ്യലൊക്കെ നടന്നത്. പക്ഷേ പിന്നീട് ആ അന്വേഷണം എവിടേക്കും എത്തിയില്ല. കേണൽ ജിൻസൺ രാജ ഇപ്പോൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്ന പശ്ചാത്തലത്തിൽ ചികിത്സ തേടുന്ന സാഹചര്യമടക്കം നിലവിൽ ഇപ്പോഴുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം ഏതെങ്കിലും തരത്തിലുള്ള ഈ ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരിലേക്ക് ദൗർഭാഗ്യവശാൽ അത് എത്തിച്ചേർന്നില്ല. സമാനമായ തരത്തിൽ മീനടുത്ത് നവീൻ തോമസിന്റെ ഭാര്യയും സുഹൃത്തുമടക്കം അരുണാചൽ പ്രദേശിലെത്തി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും ശരീരത്തിൽ വളരെയധികം മുറിവേറ്റ പശ്ചാത്തലം, അതാണ് അവിടെ എടുത്തു പറഞ്ഞ കാര്യം. അതായത് സ്വന്തം ശരീരം മുറിവേൽപ്പിച്ച് ആ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക രീതിയാണ് അവരവിടെ പ്രാക്ടീസ് ചെയ്തതെന്നായിരുന്നു അന്ന് കണ്ടെത്തിയത്. അതും ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ വിവരങ്ങൾ പുറത്തു വന്നത്. സമാനമായ തരത്തിലാണ് ഇപ്പോൾ വെള്ളറടയിൽ നിന്ന് പ്രജിൻ ജോസ് എന്ന 24-കാരൻ തൻ്റെ പിതാവ് ജോസിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിന് പിന്നിലും ബ്ലാക്ക് മാജിക്കിന് പങ്കുണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്ന തെളിവുകൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അന്വേഷണ സംഘം തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ഏകോപിപ്പിക്കുക? അതിൽ ബ്ലാക്ക് മാജിക്കിന് പങ്കുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ പിന്നീട് പ്രജിൻ ജോസിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തിരുവനന്തപുരത്തും അതോടൊപ്പം വെള്ളറടയിലും പ്രജിനെ ഇതിന് പ്രേരിപ്പിച്ചത് ആരൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയത് ആരൊക്കെയാണ്, എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്ന കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് വെള്ളറട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പ്രജിൻ ജോസ് സ്വന്തം പിതാവ് ജോസിനെ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക് ആണ് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. കാരണം ഇയാളുടെ മുറിയിൽ നിന്ന്, പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത മാരകായുധങ്ങളും മുടിയും ഉൾപ്പെടെ ചില ബിംബങ്ങളും ഉൾപ്പെടെ ഇതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ കേസാണ്. ഇതിനു മുൻപ് ഡാൻ സൂചിപ്പിച്ചതുപോലെ കേണൽ ജിൻസൺ രാജയുടെയും നവീൻ തോമസിന്റെയും ഒക്കെ കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെയും ബ്ലാക്ക് മാജിക് ബന്ധമുണ്ട് എന്ന് സംശയമുണ്ടായിരുന്നെങ്കിൽ പോലും അതിലേക്ക് വിരൽ ചൂണ്ടൽ അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന രീതിയിലുള്ള കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ പോലീസിനെ സംബന്ധിച്ച് പല വെല്ലുവിളികളും ഉണ്ടായിരുന്നു. പല മാനസികമായ വിഭ്രാന്തികൾ കേണൽ ജിൻസൺ രാജ ജയിലിലും പ്രകടിപ്പിച്ചിരുന്നു. നവീൻ തോമസ് ഈ ബ്ലാക്ക് മാജിക്കിനെ തുടർന്ന് ഭാര്യയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തി നവീൻ തോമസ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേസിന്റെ അന്വേഷണവും പോലീസിനെ സംബന്ധിച്ച് വലിയ കീറാമുട്ടിയായിരുന്നു. പക്ഷേ ഇവിടെയും പ്രജിൻ ജോസ് ഈ ബ്ലാക്ക് മാജിക്കിന്റെ അടിമയാണോ, ഈ സംഘത്തിൽപ്പെട്ട ആളാണോ, ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ കേസിന്റെ ചുരുളഴിക്കാൻ പോലീസിന് കഴിയും.